സ്പ്രഷൻ, ലേസൺ, ഹിയറൻ, ഷ്രൈബൻ. ഇതായിരിക്കും 4 മൊഡ്യൂൾസ്. എക്സാം പാസ് ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ എഴുതും. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നു പറഞ്ഞാൽ എല്ലാവരും ദാഫിയർ. അതേപോലെയാണ് നമുക്ക് ആപ്സ് ഉണ്ട് ഇഷ്ടം പോലെ, പ്രാക്ടീസ് കുറവ്. ഇപ്പൊ നമ്മൾ എപ്പോഴും സ്പ്രഹനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കീവേഡ്സുകൾ മാത്രം വെച്ച് അല്ലെങ്കിൽ മണിയെ പ്രിപ്പയർ ചെയ്ത് പറയാൻ നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളെല്ലാവരും നമ്മൾ ഇംഗ്ലീഷോ മലയാളമോ പഠിച്ച പോലെ നമ്മുടെ KG സ്റ്റാൻഡേർഡ് തൊട്ടോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങിയ ലാംഗ്വേജ് അല്ല. എന്തായാലും ഒബ്വിയസ്ലി ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അല്ലാണ്ട് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുകയാണ് ഇവിടെ. നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഏജ് ലിമിറ്റ്, അതായത് ഒരു 18 അല്ലെങ്കിൽ 23 ആ ഒരു ടൈം പീരീഡിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ബിഗിനിങ്ങിൽ കാണും എന്തായാലും. അത് കണ്ട് പേടിച്ച് നമ്മൾ നിർത്തിപ്പോവും, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റില്ല അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് അതിനെ സ്നേഹിച്ച് പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കാൻ നിൽക്കരുത്. അതായത് നമ്മൾ മാത്സ് ഒക്കെ പഠിച്ച പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കാനാണെങ്കിൽ നമ്മളിത് ഒരിക്കലും പഠിക്കില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണണം, എന്താ വാക്കിന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ ആയിരിക്കും ജർമ്മനിൽ ചോദിക്കുന്നത്. ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്റ്റക്കായി നിന്ന് പോലും. നമ്മൾ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, അതിനെന്താ പറയുന്നത്, അല്ലെങ്കിൽ ഈ വാക്കിന് എന്താ പറയുക, അല്ലെങ്കിൽ ജർമ്മനിൽ എന്തായിരിക്കും ഇതിനെ പറയുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പേടി തോന്നില്ല. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എന്താന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളിത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. ഇപ്പം ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ കുറെ ഫണ്ണി വേർഡ്സ് ഉണ്ട്. ഇപ്പം കസ്റ്റമർ, പിന്നെ ഡോഗിനൊക്കെ നമ്മൾ, ഞാനൊക്കെ ഈവൻ ലെവലിൽ ഇതൊക്കെ പഠിച്ചപ്പം ഇതൊക്കെയാണോ ഹുൻഷോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിനി അടുത്ത വേർഡ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു കാര്യത്തിന് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ നമ്മൾ കൂടുതൽ ടൈം കണ്ടെത്തും. അത് നല്ല കാര്യമാണ്. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് 4 ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇപ്പം ഗൊയ്ത്തെ, ടെൽക്ക്, OSD, ECL. ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് ഗൊയ്ത്തയാണ്. കുറച്ചും കൂടി പാറ്റേൺസ് എളുപ്പമാണ്, ഈസി പാറ്റേൺസ് ആണ്. പിന്നെ ഇപ്പം നമുക്ക് 4 മൊഡ്യൂൾസ് ഒരുമിച്ച് എഴുതിയെടുക്കണമെന്നില്ല. ഇപ്പം സിംഗിൾ മൊഡ്യൂൾ വൈസ് എഴുതിയെടുക്കാം. ഇപ്പം സ്പെഷ്യൽ മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗൊയ്ത്തെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ടെൽക്കാണെങ്കിലും കുറച്ചും കൂടി മെഡിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. അതിനും അഡ്വാൻറ്റേജസ്. മെഡിക്കൽ ടേംസ് പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത്. നമ്മുടെ ലേസൺ ഹോണിനാണെങ്കിൽ തന്നെ ഇപ്പം മെഡിക്കൽ ടേംസ് യൂസ് ചെയ്തായിരിക്കും അത് പഠിപ്പിക്കുന്നത്. അപ്പം ഇപ്പം ഹൗസ് ബിൽഡിംഗ്, നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ചൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഇതാണ്, എന്താ പറയാ, നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. ഇപ്പം എക്സാം സെന്റേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം ആണ് 2 സെന്റേഴ്സ് ഉള്ളത്. അതല്ലാണ്ട് നമുക്ക് നിയർ ബൈ സ്റ്റേറ്റിലായിട്ട് ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഗോവയുണ്ട്, അങ്ങനെ അടുത്തുള്ള സെന്റേഴ്സുകളും ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രം സീറ്റ് വേണം, അല്ലെങ്കിൽ ഇവിടെ മാത്രമേ എഴുതൂ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന അത്ര നന്നായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ടൈം കളയാണ്. നമുക്ക് തന്നെ അറിയാം, മാക്സിമം ചിലപ്പോൾ ഒരു 1 മന്ത് 2 മന്ത് എടുക്കും നമുക്കൊരു സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മൾ ടൈം കളയാണ്ട് മാക്സിമം സെന്റേഴ്സ് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ദൂരം, ഇപ്പൊ തായ്ലൻഡ്, മലേഷ്യ ഒക്കെ സെന്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പോയി ഇടണമെന്നല്ല, എന്നാലും നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള അടുത്ത് പോകാൻ പറ്റുന്നത്, കേരളം മാത്രം നോക്കാണ്ട് ചെന്നൈയോ ബാംഗ്ലൂരോ അങ്ങനെ കിട്ടുന്ന എവിടെയാണോ അവിടെ പോയി എക്സാംസ് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് റിസൾട്ട് വരും, ടൈം കളയാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ബട്ട് ഇവിടുത്തെ എല്ലാം രജിസ്ട്രേഷൻ രീതി പലതാണെന്ന് തോന്നുന്നു, അല്ലേ ഭവ്യ? ഇപ്പം കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചിയില് നമുക്ക് മെയിൽ ത്രൂ ആണ്, മെയിൽ അസിസ്റ്റ് ചെയ്താണ് നമ്മൾ സീറ്റ് എടുക്കുന്നത്. അതായത് ഇപ്പം ഒരു ടൈം പറയും, ഡേറ്റും ടൈം ഷെഡ്യൂൾ ചെയ്തവർ ഇപ്പം 11 o'clock വെച്ച് 11 to വരെ നമുക്ക് ടൈം തരും. ആ ടൈമിനുള്ളിൽ അവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ID-യിലേക്ക് നമ്മൾ മെയിൽ അയക്കാം. നമുക്ക് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് വേണ്ടത്, പിന്നെ അവർ പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ മെയിൽ അയക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 10 days നമുക്ക് റിപ്ലൈ മെയിലും വരും. അത് ഫസ്റ്റ് വരുന്ന ഇത്ര പേർക്കായിരിക്കും സ്ലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്ന. അപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലായിരിക്കും അവര് ആ ഒരു ഇതിലായിരിക്കും അവർ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ മെയിൽ വരെ നമുക്ക് എക്സാമിന് എലിജിബിൾ ആണ്, നിങ്ങൾ ഇന്ന പ്രൂഫൊക്കെ ആയിട്ട് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതർ സെന്റേഴ്സ്, അതായത് ഇപ്പം ട്രിവാൻഡ്രം, കൊച്ചി അല്ലാത്ത സെന്റേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ത്രൂ ആണ്. അപ്പോൾ ഓൺലൈൻ ത്രൂ പേയ്മെന്റ് ചെയ്യുക. ഓൺലൈൻ ത്രൂ തന്നെ നമ്മുടെ സീറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മെയിൽ വരും. അതിന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തായിരിക്കും പേയ്മെന്റ്. നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തല്ലായിരുന്നു പേയ്മെന്റ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ഡയറക്റ്റ് ഗോയിത്തെ സെന്ററിലേക്ക് പേയ്മെന്റ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഇത്ര ടൈം കിട്ടും, വിത്തിൻ 2 days അല്ലെങ്കിൽ വിത്തിൻ 24 hours അതിനുള്ളിൽ പേയ്മെന്റ് ചെയ്താൽ മതി എന്നായിരിക്കും. പക്ഷെ ഇപ്പോൾ വൺസ് നിങ്ങൾ എപ്പോഴാണോ എക്സാം രജിസ്റ്റർ ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ ഏത് സെന്റേഴ്സിലും എക്സാം എഴുതാനാണെങ്കിൽ ഗോയിത്തയുടെ എന്നുള്ള സൈഡിലായിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൽ
രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് സെന്റേഴ്സ് നോക്കുക, അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സ് ഏതാണോ അത് നോക്കുക. പിന്നെ സർട്ടിഫിക്കറ്റിന്റെ കേസ് വരുവാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് ത്രൂ തന്നെ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ഒരു മിസ്റ്റേക്സ് വരുന്നത് ഇപ്പൊ ചിലവര് 17 years കഴിയുമ്പോൾ പാസ്പോർട്ട് എടുക്കാത്തവര് എന്ത് ചെയ്യും, ആധാർ കാർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലല്ലായിരിക്കും പാസ്പോർട്ടിൽ നിങ്ങളുടെ നെയിമോ അഡ്രസ്സ് വരുന്നത്. ആ ഒരു ടൈമില് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് ആ അഡ്രസ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട്. എക്സാം പാസ്സായി നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നല്ലൊരു പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ടൈം പോകും. പിന്നെ ചിലവർ ഇതൊന്നും അറിയാണ്ട് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് രണ്ടിടത്ത് 2 നെയിം 2 അഡ്രസ് ഒക്കെ വരുമ്പോൾ വിസ റിജക്ഷൻ ഒക്കെ വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൃത്യം സ്പെല്ലിങ് എല്ലാം നല്ല രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. മാക്സിമം നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാൻ നോക്കുക. ഇപ്പൊ കാർത്തിക് എങ്ങനെയായിരുന്നു? കാർത്തിക്കിന് എക്സാം രജിസ്റ്റർ തന്നെ ആയിരുന്നോ അല്ല ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നോ? അല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു ഏജൻസി കൊടുക്കുകയോ ചെയ്തത്. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ ഈ ഫോർമാറ്റ് ആയിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്ന് ഓർത്താൽ ഭയങ്കര ഹാർഡാണ്. നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ സ്വയം ചെയ്യാന്ന് ഓർത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് മിസ്സാവുന്നല്ലാണ്ട് കിട്ടാൻ ഭയങ്കര സാധ്യതയായിരുന്നു. അപ്പൊ ഞാനൊരു ഏജൻസി കൊടുക്കുക ചെയ്തേ. അവര് ത്രൂ ആണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്ത് പാസ്പോർട്ട് വെച്ചാണ് കൊടുത്തത്. കാരണം പാസ്പോർട്ടാണ് കുറച്ചുകൂടെ എന്താ പറയാ ഇമ്പോർട്ടന്റ്. കാരണം അതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് പാസ്പോർട്ടാണ് എപ്പോഴും ഫസ്റ്റ് ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് പാസ്പോർട്ട് തന്നെ വെച്ചാണ് ഞാനും അപ്ലൈ ചെയ്തത് എക്സാമിന് വേണ്ടിയിട്ട്.